കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം നമ്മുടെ വചനധ്യാനത്തിൻ്റെ 6-ാമത്തെ ദിവസം നമുക്ക് എത്താൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ 10 സെഷനുകളിലും ദൈവവചനത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഈ തിരുവചന പഠനം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് വളരെ ബ്ലെസ്സിങ് ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉറങ്ങിയത് 2:30-ക്കാണ്. പക്ഷേ 6 മണിക്ക് ഞാൻ അടുത്ത ഏർലി മോർണിംഗ് ഒരു മീറ്റിംഗ് കഴിഞ്ഞു. പാസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ട് അല്പം മിനിറ്റുകളായത് മാത്രമേ ഉള്ളൂ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ. വളരെ ഭയത്തോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ വേണം നാം ഓരോ സെഷനുകളിലും സംബന്ധിക്കാൻ. കൂട്ടായ്മയിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് എന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം എപ്പോഴും നമ്മെ ഭരിക്കണം എന്ന് ഞാൻ താഴ്മയോടെ ഓർപ്പിക്കുകയാണ്. ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുന്നു എന്നറിഞ്ഞാൽ നാം സാധാരണ രീതിയിൽ അവിടെ നിൽക്കുകയില്ല. നമ്മുടെ പരിസരം വൃത്തിയാക്കും, വീട് വൃത്തിയാക്കും, ഇരിക്കാനുള്ള സ്ഥലം വൃത്തിയാക്കും. തിടുക്കത്തിലാണെങ്കിലും ആ വരുന്ന വ്യക്തിയുടെ മാന്യതയും സ്ഥാനവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരുക്കത്തിനെല്ലാം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും മന്ത്രിമാരുടെ മന്ത്രിയുമായ അത്ഭുത മന്ത്രിയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരു ആദരവോടുകൂടി തന്നെ ഒരു മുഷിഞ്ഞ മനസ്സോടും ഒരു അലസ ഹൃദയത്തോടും കൂടെ ഒരിക്കലും നിങ്ങൾ ഒരു മീറ്റിങ്ങിലും, നിങ്ങളുടെ 2 പേര് കൂടുന്ന സെൽ മീറ്റിങ്ങിലായിക്കൊള്ളട്ടെ, അല്ലെ 10 പേര് കൂടുന്നതായിക്കോട്ടെ, നിങ്ങൾ ആ ഒരുക്കത്തോടെ ചെന്നാൽ ദൈവസന്നിധിയിൽ വിലപ്പെട്ടത് പ്രാപിച്ച് നിങ്ങൾക്ക് മടങ്ങാനായിട്ട് കഴിയും. ഓൾറൈറ്റ്, നാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ ചർച്ച ചെയ്തും ധ്യാനിച്ചും വരുന്നത്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം കഴിഞ്ഞ രാത്രിയിൽ ധ്യാനിച്ചത്. ഇന്ന് നാം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളാണ് ഇന്ന് ആധാരമായിട്ട് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തേന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനൊന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. മതി. ഇവിടെ 4 മാസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ മുറിയിൽ നിന്ന് തനിക്ക് മനസ്സിലായ ഒരു വലിയ നിയോഗം ആയിരുന്നു ഈ മതില് പണിയേണ്ടതിന് ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കും. സൗരങ്ങളുടെ പത്രോസ്ലീഹയിലൂടെ കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്കണം. മേക്ക് ഷുവർ നിങ്ങളുടെ കോളിംഗ്. ഈ പ്രാർത്ഥനാ മുറിയിൽ 4 മാസമായി താൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചപ്പോൾ തൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഉറപ്പായി. ഒരുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയോ ദൈവരാജ്യത്തിന് വേണ്ടിയോ ഒരു ചുവട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എൻ്റെ പഠനത്തിലും എനിക്ക് കിട്ടിയ ബോധ്യത്തിലും 3 കാര്യങ്ങളുണ്ട്. ഒരുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സ്റ്റെപ്പ് വെക്കുകയോ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരാളുടെ ഉള്ളിൽ ഒരു മനസ്സ് വരുന്നെങ്കിൽ അതിൻ്റെ പിറകിൽ 3 കാരണം കാണും. 1,
എഴുതി വെക്കണം. ഉയരത്തിലെ വിളിയാണ്, ഡിവൈൻ കോളിംഗ്. 2, പ്രഷർ ഫ്രം ദ ഹാർട്ട്, ഉള്ളിൽ നിന്ന് കിട്ടുന്ന നിർബന്ധം അല്ലെങ്കിൽ സമ്മർദ്ദം. സ്തോത്രം. 3, നരകത്തിലെ നിലവിളിയാണ്. ഇവർ നശിച്ചു പോയാൽ ദൈവം എന്നോട് ചോദിക്കും. സ്തോത്രം. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Then I heard the voice, the Lord saying, whom shall I send, and who will go for us? And I said, here am I, send me, Lord. യെശയ്യാ 6:8 വിഷന് ശേഷം താൻ കേൾക്കുന്ന ശബ്ദം എന്തായിരുന്നു? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ദൈവത്തിന് വേണ്ടി ഒരുവൻ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ 3 കാര്യങ്ങൾ പിറകിൽ നടക്കും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, ആവർത്തിക്കുന്നു. 1, ഉയരത്തിലെ വിളി, ഡിവൈൻ കോളിംഗ്. 2, ഉള്ളിലെ സമ്മർദ്ദം, പ്രഷർ ഫ്രം ദ ഹാർട്ട്. ഉള്ളിൽ നിന്ന് BP കൂടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഉള്ളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പോളൈൻ തോട്ടിൽ പറയുന്നത് പോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. റോമാലേഖനത്തിൽ താനെ തിരുവചനം പഠിച്ചു വന്നപ്പോൾ തൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു ബോധ്യത്തെക്കുറിച്ച് നമ്മൾ റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കടക്കാരനാകുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ പറയുന്നു, എനിക്ക് ലജ്ജയില്ല. കുറിച്ചു വെക്കുക, 1-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ റോമൻ എടുത്ത് വായിക്കാമോ? യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. യെസ്. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നോക്കുക, സത്യത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. നോക്കി എത്ര ക്ലിയർ ആയിട്ടാണ് താൻ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഐ ആം എ ഡെപ്റ്റർ. അദ്ദേഹം പറയുക, ഞാൻ കടക്കാരനാണ്. പിന്നെ അദ്ദേഹം പറയുകയാണ്, ഐ ആം പ്രിപ്പയർഡ്, ഐ ആം പ്രിപ്പയർഡ്. 3-ാമത് പറയുകയാണ്, ഐ എം നോട്ട് അഷെയിംഡ്. സഹോദരങ്ങളെ, ഇത് വേറൊരാളുടെ സമ്മർദ്ദത്തിലോ നിർബന്ധത്തിലോ ഉണ്ടായ കാര്യമല്ല. ദൈവിക ഇടപെടലുകൾ നടക്കുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും ദൈവം വ്യത്യസ്തമായ നിലകളിൽ ഇടപെടും. ദൈവാത്മാവ് എപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുകയല്ല. കർത്താവ് ഇടപെട്ട കാര്യം നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കേട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ, അറിഞ്ഞ ആലോചനയുടെ മുമ്പാകെ, ഗ്രഹിച്ച ദർശനത്തിന്റെ മുമ്പാകെ, തിരിച്ചറിഞ്ഞ ദൈവേഷ്ടത്തിന്റെ മുമ്പാകെ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചു പോകണം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഉയരത്തിലെ വിളി, ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദം അല്ലെ ആ ബോധ്യം, നരകത്തിലെ നിലവിളി, ഇത് ആണ് ഓരോരുത്തരെയും നിർബന്ധിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ താൻ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് എല്ലാവരെയും വിമർശിക്കുന്നു. പല രാജാക്കന്മാരുടെയും കാലഘട്ടങ്ങളിൽ തനിക്കുണ്ടായ ദൈവ അരുളപ്പാട് വെച്ച് താൻ പറയുന്ന വാക്കുകൾ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതികൾ,
ഇങ്ങനെ പറഞ്ഞ് 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 അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് പ്രവചിച്ച യെശയ്യാവ് 6-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ തനിക്ക് കിട്ടിയ വിഷൻ, താൻ കാണുന്നത് ഒരു സ്വർഗീയ ആരാധനയാണ് കാണുന്നത്. അവിടെ സാറാഫുകളുടെ ഒരു കാഴ്ച താൻ കാണുന്നു. അവയ്ക്ക് 6 ചിറകുണ്ടായിരുന്നു. ഒരപ്പച്ചൻ പറഞ്ഞു, ഓർക്കുന്നു, മോനെ, ഇന്നത്തെ ആളുകൾക്ക് അങ്ങനെ കൊടുത്തിരുന്ന 6 കൊണ്ട് പറന്ന് അടിയുണ്ടാക്കിയെന്നെ. പക്ഷേ സറാഫുകൾ ചെയ്തത്, അവ 2 കൊണ്ട് അരയ്ക്ക് താഴ്വശം പാദങ്ങൾ മറയ്ക്കുന്നു, 2 കൊണ്ട് മുഖം മൂടുന്നു, 2 കൊണ്ട് പറക്കുന്നു. അപ്പോൾ മറയ്ക്കേണ്ടതെല്ലാം മറച്ചുകൊണ്ട്, മൂടേണ്ടതെല്ലാം മൂടിക്കൊണ്ട്, പറക്കേണ്ടവ ഉപയോഗിച്ചാണ് പറന്നത്, അല്ലേ? പറയുന്നതും കേൾക്കുന്നതുമായ ശബ്ദം എന്താണ്? ഹോളി, ഹോളി, ഹോളി. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണം വൃത്തിയുള്ള ദൈവമാണെന്ന്. അതുകൊണ്ട് വൃത്തിയുള്ള ദൈവത്തിന്റെ മക്കള് കുളിക്കണം. ഞാനിങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് മക്കളുടെ ഭവനത്തിൽ ചെന്ന വൃത്തി കാണും. അവരുടെ വസ്ത്രധാരണത്തിൽ ഡ്രസ്സ് ഒരുപാട് ഇല്ലെങ്കിലും ഉള്ളത് കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കണം. മനസ്സിലായോ? എല്ലാം കൂടെ വലിച്ചു വാരി കൊണ്ട് ചെന്ന് മൂലയിൽ ഇട്ടിട്ട് അതിൻ്റെ മണ്ടേ സ്പ്രേയും അടിച്ചൊന്നും പോകരുത്. ഓക്കെ? അതെല്ലാം അന്നുള്ള ജോലി അന്നു നിങ്ങൾ തീർക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. എൻ്റെ വല്യമ്മച്ചി ഉണ്ടായിരുന്നു, 103-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അമ്മച്ചി ഏതാണ്ട് ഒരു 90 വയസ്സ് വരെ അമ്മച്ചിയുടെ തുണി തനിയെ കഴിയുമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, തേച്ച് വെച്ചിട്ടല്ലാതെ അടുത്ത ഒരു ജോഡി അമ്മച്ചി എടുക്കത്തില്ല. ഭയങ്കര ചിട്ടയായിരുന്നു. പഴയ അമ്മച്ചിമാരെല്ലാം ഏറെക്കുറെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ദൈവമക്കള് പാത്രങ്ങളാണെങ്കിലും ഇതൊക്കെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇതൊക്കെ തൊട്ട് സംസാരിക്കുന്നത്. ഇത് പബ്ലിക്കിലുള്ളവർക്കുള്ള ഒരു കാര്യമായിട്ടല്ലെങ്കിലും അത് നല്ല ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന ആ ഒരു ചിന്തയുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഒരു അടുക്കും ചിട്ടയിലും ഒക്കെ നമ്മുടെ ജീവിതം പോയാൽ അത് മാതൃകാപരമായിരിക്കും. അത് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നല്ല സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആളുകള് താൻ പറഞ്ഞ ആലോചനകളൊക്കെ കറക്റ്റ് ആയിരുന്നു, ദൂതൊന്നും തെറ്റല്ല. പക്ഷെ ഇവിടെ 6-ാമത്തെ അധ്യായത്തിൽ കാണുമ്പോൾ ആർക്കുന്ന ആർപ്പിന്റെ ആ ഒച്ച നിമിത്തം ഉമ്മരത്തിന്റെ അടിസ്ഥാനമൊക്കെ ഇങ്ങനെ കുലുങ്ങി. അപ്പോൾ ആരാധനയുടെ മഹത്വം, ദൈവത്തിന്റെ വിശുദ്ധി, ഒരുത്തൻ മറ്റൊരുത്തനോടാ പറയുന്നത്, യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ശ്രദ്ധിച്ചേ? അപ്പോൾ താൻ നിലവിളിക്കാൻ തുടങ്ങി, തന്നെ തന്നെ വിവേചിക്കാൻ തുടങ്ങി. താൻ പറയുന്നു, എൻ്റെ അധരം ശരിയല്ല. എൻ്റെ അധരം എങ്ങനെയാണ്? ശുദ്ധിയില്ലാത്ത അധരമാണ്. സൗരങ്ങളെ, അധരം ശുദ്ധിയില്ലേലും പ്രവചനം നടന്നില്ലേ? അപ്പോൾ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. എപ്പോഴാണ് ആ കാഴ്ചപ്പാട് കിട്ടിയത്? ഇത്രയും നാള് എല്ലാവരെയും വിരൽ ചൂണ്ടിയ യെശയ്യാ പ്രവാചകന് സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി, ഞാൻ അശുദ്ധനാണ്, കുറവുള്ളവനാണ്, മിസ്റ്റേക്ക് ഉള്ളവനാണ്. രണ്ടാമത്, താൻ പാർക്കുന്ന സമൂഹം എങ്ങനെയാണ്? ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. താൻ അയ്യം വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ദർശനം നമ്മൾ കാണേണ്ടത് നമ്മളെക്കുറിച്ചാണ് ആദ്യം. നാം പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ കാണാനാണ് ഭയങ്കര ആവേശം പലർക്കും ഉണ്ടാകാറുള്ളത്. നിങ്ങൾ വീട്ടിൽ വൈറ്റ് ബോർഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വൈറ്റ് ബോർഡിൽ നിങ്ങൾ ബ്ലാക്ക് വെച്ചോ റെഡ് വെച്ചോ ബ്ലൂ വെച്ചോ കളറിൽ ഒരു ഡോട്ട് ഇട്ടേ. ഫോർ എക്സാമ്പിൾ, ബ്ലാക്കിന്റെ ഒരു ഒരു ചെറിയ വൃത്തം വരച്ചേ. നിങ്ങൾ ഒരു അല്ലെ നിങ്ങളുടെ A4 പേപ്പറിൽ
ഒരു കോയിന്റെ വട്ടത്തിൽ ഒരു വര വരച്ചു നോക്കിയേ. വരച്ചു. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ പേപ്പറിൽ വൈറ്റ് ആണോ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത്, അതോ ബ്ലാക്ക് ആണോ? പറഞ്ഞാട്ടെ, അൺമ്യൂട്ട് ചെയ്ത് പറയാം, ഡിസ്കഷൻ അല്ലേ. വൈറ്റാ. പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന നമ്മുടെ കണ്ണെവിടെയാ പോയത്? ബ്ലാക്കിലാ പോയത്. ഇതാണ് പ്രശ്നം. ഒരു വ്യക്തിയുടെ 100-ൽ 98 ഗുണങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ആ 2 ദോഷം. പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞു, മോനെ എൻ്റെ ഭാര്യ നല്ല കൊച്ച, പക്ഷെ അവൾക്ക് 2 കുഴപ്പമേ ഉള്ളൂ. ഒന്ന് വിളിച്ചാൽ വരികയുമില്ല, പറഞ്ഞാൽ കേൾക്കുകയുമില്ല. വിളിച്ചാൽ വരികയുമില്ല, പറഞ്ഞാൽ കേൾക്കുകയുമില്ല. ഗുണങ്ങളുടെ ഏറിയ കൂടുതലാ, പക്ഷെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതെല്ലാം ആ കുറച്ചു കുറവുകളാണ്. ഇന്നും നാം അതല്ലേ കാണുകയും കേൾക്കുകയും പല വീടുകളിലും പല കൂട്ടായ്മകളിലും തലമുറകളിലും ഒക്കെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, യെശയ്യാവ് കാണുന്നത് ആദ്യം തന്നെയാണ്. കർത്താവും പറഞ്ഞത് അങ്ങനെയാണ്. സ്വന്തം കണ്ണിൽ കോലിരിക്കുകയാണ്, പക്ഷെ കരടെടുക്കാൻ ബന്ധപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകളെ കണ്ടുണരാൻ തുടങ്ങി, തൻ്റെ അശുദ്ധി മനസ്സിലാക്കി നിലവിളിക്കാൻ തുടങ്ങി. നാം ശ്രദ്ധിച്ചത്, അഹസ്വേരോസ് രാജാവിന്റെ മുമ്പാകെ അപേക്ഷ എന്താണെന്ന് രാജാവ് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞ കാര്യം, എന്നെ യെരൂശലേമിലേക്കൊന്ന് അയക്കണം. തന്റെ പ്രാർത്ഥനാ മുറിയിൽ തനിക്ക് ബോധ്യമായ കാര്യമാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. എന്താണ്? ഈ പൊളിഞ്ഞു പോയതിനെ പുനഃപ്പണി ചെയ്തെടുക്കാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വിളി വ്യക്തമാണെങ്കിൽ, എഴുതി വെക്കുക, നിങ്ങളുടെ വിളി വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ വഴികളും വ്യക്തമായിരിക്കും. There is no confusion. If your calling is clear and perfect, your path will also be clear and perfect. There is no more confusion. അതിനകത്ത് യാതൊരു വിധമായ സംശയങ്ങളും നിങ്ങൾക്കുണ്ടാകുകയില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മേലുള്ള വിളിയും നിയോഗവും തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് ഈ പ്രഭാതത്തിൽ താഴ്മയോടെ കർത്താവിൽ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാനുള്ളത്. താങ്ക് യു ജീസസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ താൻ കേൾക്കുന്ന ദൈവശബ്ദം ഒരുവൻ മറ്റൊരുവനോട് പറയുകയാണ്, ഹോളി ഹോളി ഹോളി. അപ്പൊ തനിക്ക് മനസ്സിലായി, താൻ ചിന്തിച്ചതുപോലെയല്ല തന്നെ വിളിച്ച ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അധരങ്ങൾ അശുദ്ധി നിറഞ്ഞതായപ്പോൾ ഇനി താൻ പ്രവചിക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് എനിക്ക് പോയേ മതിയാകൂ. താഴോട്ട് വായിക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ഉടനെ ഇതാ യാഗപീഠത്തിൽ നിന്ന് ഒരു അഗ്നി കഷണം കൊണ്ടുവന്ന് തൻ്റെ നാവിന്മേൽ തൊട്ടിട്ട് തന്നോട് പറയുന്ന ഒരു ശബ്ദം താൻ കേൾക്കുകയാണ്. എന്താണ്? ഇതിനാൽ അത് 7-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 6-ാം വാക്യം കൂടെ ചേർത്തൊന്ന് വായിച്ചാട്ടെ. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായിക്ക് തൊടുവിച്ചു. ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിലെടുത്ത് ആ തീക്കനൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നു. 5-ാം വാക്യത്തിൽ എന്താണ്? ഒരു നിലവിളി, ഒരു കരച്ചിൽ. നോക്കിക്കേ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ അരികിലേക്കൊന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഒരു സാന്റിഫിക്കേഷൻ നടക്കണം.
കുറവുകൾ സമ്മതിക്കണം, അകൃത്യം സമ്മതിക്കണം, വീഴ്ച സമ്മതിക്കണം, ഹല്ലേലൂയ, സ്തോത്രം. പരാജയം സമ്മതിക്കണം, പോരായ്മകൾ സമ്മതിക്കണം. ഈ ചില ആളുകൾ പാരമ്പര്യത്തിൽ ഭയങ്കരമായിട്ട് ദുരഭിമാനം കൊള്ളുന്ന ആളുകളുണ്ട്. ഈ പാരമ്പര്യം പറയുന്നവരോട് ഞാൻ ഒരു ഫലിത രൂപേണ അങ്ങ് പറയാം. നമ്മൾ ഈ പാരമ്പര്യം പറഞ്ഞ് അങ്ങ് അറ്റം ചെല്ലുമ്പോ അനുസരണം കെട്ട ഒരു വല്യപ്പച്ചന്റെയും വല്യമ്മച്ചിയുടെയും അടുക്കലല്ലേ ഏതെന്തോട്ടത്തിൽ ചെല്ലുന്നത്. അപ്പൊ ആ പാരമ്പര്യം കൊണ്ട് എന്നാ ഗുണം? എന്തായാലും നമ്മൾ പോകുമ്പോ അങ്ങേ അറ്റം വരെ പോകണമല്ലോ. അപ്പൊ അനുസരണം കേട്ട ഒരു വല്യപ്പച്ചന്റെയും വല്യമ്മച്ചിയുടെയും തലമുറക്കാരായിട്ട് വരും. അപ്പൊ നമ്മുടെ ഈ പൊങ്ങച്ചത്തിനകത്തൊന്നും കാര്യങ്ങളില്ല. ദൈവസന്നദ്ധിയിൽ വരുമ്പോൾ ആ ഇടത്തുള്ളവന്റെ ഇരിപ്പും വലത്തുള്ള ആളിന്റെ ഇരിപ്പും കണ്ട് മനസ്സിൽ കുറെ ദുർഭാഷണ ചിന്തകൾക്കിടം കൊടുക്കാതെ, കർത്താവേ എനിക്ക് എന്നെ കാണാൻ ഈ വചനം എന്ന കണ്ണാടിയിലൂടെ എനിക്ക് ഭാഗ്യം നൽകണേ എന്ന് പറഞ്ഞ് ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞതുപോലെ ചെറിയ കുറ്റങ്ങൾക്കും കുറവുകൾക്കും വലിയ പ്രാധാന്യം കൊടുത്ത്, ദാവീദ് പറഞ്ഞു എന്നെ നന്നായി കഴുകണേ. പുള്ളി പല പ്രാവശ്യം കഴുകാൻ നോക്കിയിട്ട് ചൊവ്വേ ക്ലീൻ ആയില്ല. അതുകൊണ്ടാ നന്നായി കഴുകണം ദൈവത്തോട് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഇതാ കരച്ചിൽ കഴിഞ്ഞപ്പോൾ, ഏറ്റുപറച്ചിൽ കഴിഞ്ഞപ്പോൾ, തൻ്റെ അവസ്ഥ ശരിയായ നിലയിൽ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദൈവസന്നദ്ധിയിൽ ആക്ഷൻ ഉണ്ടായി. തൻ്റെ അധരത്തെ ശുദ്ധീകരിപ്പാൻ യാഗപീഠത്തിൽ നിന്നാണ് തീക്കനൽ കൊണ്ടുവന്ന് ശുദ്ധി ചെയ്യേണ്ടതിന് തൊടുന്നത്. അബ്രാം പറയുകയാണ്, ഇതാ ഇതിനാൽ നിന്റെ അധരങ്ങൾ, നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പം അകൃത്യം, പാപം അപ്പുറത്തുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ലയോ? പോരായ്മ ഉണ്ടെങ്കിലും പ്രവചനം നടക്കുമല്ലോ. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചെന്ന് തോന്നുന്നു, നമ്മൾ ഈ ദൂത് ശരിയാണോ എന്നുള്ളതല്ല വിഷയം, ആള് ശരിയാണോ എന്നുള്ളതാ വിഷയം. സ്തോത്രം, സ്തോത്രം. ട്രാൻസ്ഫോമറിൽ നിന്നും ഇങ്ങനെ പവർ വ്യത്യസ്തമായ രീതിയിൽ പാസ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് എന്തോ ഒരു തീയാ പോകുന്നത്, അല്ലെങ്കിൽ പവറാ പോകുന്നതെന്ന് പറയുന്നതിൽ അർത്ഥം വല്ല ഉണ്ടോ? ഇല്ല. കർത്താവിന്റെ മക്കളാണോ? നിങ്ങൾ കരം വയ്ക്കുമ്പോൾ രോഗികൾ സുഖമാകും. ആയില്ലേയുള്ള അത്ഭുതം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും. ഉണ്ടായില്ലെങ്കിലുള്ള അത്ഭുതം. കാര്യം എന്താ? പണ്ടൊരു ഹിന്ദിക്കാരനുമായിട്ട് സംസാരിച്ചപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാതിരി സാബ്, കുത്താ കാ ബच्चा കുത്താ ഹൈ, സുവർ കാ ബच्चा സുവർ ഹൈ, और भगवान का बच्चा तो भगवान का काम करेगा. പട്ടിയുടെ കുഞ്ഞ് പട്ടിക്കുഞ്ഞാണ്, പന്നിയുടെ കുഞ്ഞ് പന്നിക്കുഞ്ഞാണ്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ദൈവ കുഞ്ഞുങ്ങളാണ്. അവര് പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. അതിനകത്ത് പൊങ്ങച്ചൊന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. കത്താൻ വിളിച്ച നീ കരിന്തിരിയായിരിക്കുമ്പോഴാണ് പ്രശ്നം. അമേ വെളിച്ചമായി മാറിയാൽ ഇരുള ദേശത്ത് നിൽക്കത്തില്ല. അമേ രുചിയുള്ള കാരമുള്ള ഉപ്പാണ്. ഉപ്പിന്റെ ഗുണം എന്താണ്? ഒരു മാങ്ങ പറിച്ച് നമ്മള് വെച്ചാല് 4 ദിവസം കഴിയുമ്പോൾ ഒന്നീ പഴുക്കും, അല്ലെ പുഴുത്തു പോകും, അല്ലെ? പക്ഷെ അത് ഉപ്പിനകത്തിട്ടാലോ നാളുകൾ കേടുകൂടാതെ സൂക്ഷിക്കും, അല്ലെ? ഉപ്പ് ലവണങ്ങളെ വലിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. യെസ്. അപ്പൊ ഉപ്പിനെ കുറിച്ച് പറയുന്നത് അത് കേടുകൂടാതെ സൂക്ഷിക്കുന്നുവെന്നാണ്. ഞാൻ ഇച്ചിരി ഉപ്പ് വൈഫിനോട് പറഞ്ഞു, ഇച്ചിരി ഉപ്പ് മനസ്സാരായിട്ട് വെള്ളം കൊണ്ടുത്താ. ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയർഡായിപ്പോയി. അപ്പോൾ ആ വെള്ളം കുടിച്ചപ്പോൾ ഇച്ചിരി എനർജിയായി, കുറച്ച് ഫ്ലൂയിഡ് ചെന്നപ്പോഴത്തേന് കുറച്ച് ബലമായി. സൗരങ്ങളെ തിരിച്ചറിയണം. നിന്നെ കാരമുള്ള ഉപ്പ് നിന്നെ രുചിപ്പിക്കാനാണ് ദൈവമാക്കിയിരിക്കുന്നത്, മറ്റുള്ളവരെ നോവിക്കാനല്ല. സ്തോത്രം. ആമേ. കാരമുള്ള ഉപ്പ് അങ്ങിങ്ങായി നമുക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചത് കൊണ്ടല്ലേ ഇന്നും കൃപയാൽ കേടുകൂടാതെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാനിടയായി തീർന്നത്. പലരും ഈ ഓൺലൈനിൽ തന്നെ കൂടുന്ന അനേകം പ്രിയപ്പെട്ടവർ ദൈവസനെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവനിയോഗത്താൽ ഉപവസിക്കുന്നവരുണ്ട്. നമ്മൾ അറിയുന്നില്ലെങ്കിലും അവരോട് ദൈവാത്മാവ് പറയുന്നതൊക്കെ അവർ വിശ്വസ്തയോട് ദൈവസനയിൽ ചെയ്യുന്നു. നോക്കുക, അപ്പോൾ നിലവിളിച്ചപ്പോൾ ശുദ്ധീകരണം നടന്നു. ഇതിനാൽ നിന്റെ അകൃത്യം നീങ്ങി
നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അപ്പോൾ Amen. ദൈവം ശുശ്രൂഷയേക്കാൾ ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടിട്ട് ആരെയും നേടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Amen. ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടിട്ട് ആരെയും നന്നാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Praise God. ക്രിസ്തുവിന്റെ പത്രമായി നമ്മെ വായിപ്പാൻ, ക്രിസ്തുവിന്റെ സുഗന്ധമായി നമ്മളിൽ നിന്ന് സുഗന്ധം പരത്തുവാൻ, ആമേ ക്രിസ്തുവിന്റെ വെളിച്ചമായി ഇരുളിലുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നോക്കുക, അപ്പൊ ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ താൻ കേൾക്കുന്ന ദൈവശബ്ദമാണ്, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. എന്താണ്? നാം നേരത്തെ കേട്ടതുപോലെ, then I heard the Lord asking, whom should I send as a messenger to these people എന്ന് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. NIV പറഞ്ഞിരിക്കുന്നു, then I heard the voice of the Lord saying, whom shall I send and who will go for us? ചോദിക്കുകയാണ്, ആരെയാണ് അയക്കേണ്ടത്, ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ളതായ ദൈവശബ്ദമാണ് താൻ ഇങ്ങനെ കേൾക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, നോക്കിക്കേ എന്റെ സഹോദരങ്ങളെ, എന്താണ് കർത്താവിന്റെ വേല? ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം സുവിശേഷ വേലയാണ്. വീണ്ടും ജനിച്ച എല്ലാവരും അതിൽ പങ്കാളികളാണ്. യേശുക്രിസ്തുവിലൂടെ ലഭിച്ച സമാധാനം, സന്തോഷം, നിത്യജീവൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള സദ്വാർത്ത ഈ ലോകത്തോട് അറിയിക്കേണ്ടത് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവപൈതലിന്റെയും ഉത്തരവാദിത്തമാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള എല്ലാവരും ഈ ദൗത്യത്തിൽ സദാ പങ്കാളികളാണ്, വ്യാപൃതരാണ്. കാരണം ഇരുളിൽ നിന്ന് വെളിച്ചത്തിൽ എത്തിയവർ ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിൽ ശോഭിക്കുന്ന ഒരനുഭവമാണ് അത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ യഥാർത്ഥ രക്ഷാനുഭവം ഉള്ളിലുള്ളവർക്ക് എപ്പോഴും ആത്മഭാരമുണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പാപികളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കാനുള്ള ആ ഒരു വലിയ ഭാരം. സ്തോത്രം, സ്തോത്രം. അർത്ഥഷ്ടാ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ രാജാവ് ചോദിക്കുന്നു, എന്താ ആവശ്യം? താൻ പറയുന്നു, എന്നെ അയക്കണം. അപ്പൊ പോകാൻ റെഡിയായെന്നല്ലേ പറയുന്നത്. നിങ്ങൾ വായിച്ചോ അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. Paul was willing to die in Jerusalem. Praise God. അപ്പോൾ താൻ പറയുന്നുണ്ട്, I am ready not only to bound but also to die in Jerusalem for the name of the Lord Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി തടവിലാകുവാൻ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി മരിപ്പാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്താണ് താൻ പറയുന്നത്? അതെ, എങ്കിലും എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിലയേറിയത് എന്താണ്? കർത്താവ് പറഞ്ഞു, ഒരുവൻ തന്റെ പ്രാണനെ നേടാൻ ആഗ്രഹിച്ചെങ്കിൽ അതിനെ കളയും. Praise God. നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് ഇടാൻ സാധനം വെച്ചിട്ടുണ്ട് അല്ലേ? പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാന് വേസ്റ്റിനകത്ത് ഇട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. തൻ്റെ ജീവിതം കപ്പലിലാ തുടങ്ങുന്നത്, തൻ്റെ ജീവിതം അവസാനിക്കുന്നത് പുതപ്പിലും പുസ്തകത്തിലും ചർമ്മലിഖിതങ്ങളിലുമാണ്. ഇന്ന് അനേകരും ആഗ്രഹിക്കുന്നത് പുതപ്പിൽ തുടങ്ങി, പുസ്തകത്തിൽ തുടങ്ങി, ചർമ്മലിഖിതത്തിൽ തുടങ്ങിയിട്ട് കപ്പലിൽ അവസാനിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീയം. സഹോദരങ്ങളെ, ഞാനിപ്പോ മിഷണറിമാരോട് സംസാരിച്ചതേ ഉള്ളൂ. അവരുടെ 1540-ാമത്തെ മീറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ ഞാൻ അവരോട് പറയുകയായിരുന്നു, നോട്ടീസിൽ പേരില്ലെങ്കിലോ, ഫ്ലെക്സിൽ പേരില്ലെങ്കിലോ, TV-യിൽ നിങ്ങളുടെ പേര് വന്നില്ലോ എങ്കിലോ, ലോകം നിങ്ങളെ അറിയപ്പെട്ടില്ലേലൊന്നും ഭാരപ്പെടണ്ട.
പരിശുദ്ധാത്മാവ് നിങ്ങളെ അയച്ച സ്ഥലത്ത് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ കർത്താവിന് വലിയ സന്തോഷം. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന നിങ്ങളുടെ വിശ്വസ്തരായി നിൽക്കുന്നെങ്കിൽ അതാ ദൈവത്തിന് പ്രസാദം. ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ബാലിന് മടക്കാത്ത മുട്ടുള്ള 7000 പേരെ സൂക്ഷിച്ചതുപോലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവർക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നെഹമ്യാവ് പറയുകയാണ്, എന്നെ ഒന്ന് അയക്കണം. നിങ്ങൾ സമയം പോലെ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം ഞാനൊരു അസൈൻമെന്റ് ആയിട്ട് അങ്ങ് തരട്ടെ. ഓക്കെ, നിങ്ങളതൊന്ന് വായിക്കണം. ഇന്ന് വൈകിട്ട് നമ്മുടെ യോഗത്തിന് മുമ്പ് അതൊന്ന് വായിക്കണം. സ്തോത്രം. അവിടെ ഈ കർത്താവായ യേശു ക്രിസ്തു 14 മുതൽ 16 വരെ 14, 15, 16 അധ്യായങ്ങൾ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ 16-ാമത്തെ അധ്യായം അവസാനിക്കും. എന്നാൽ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് അയച്ച പിതാവിനോട് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതിൽ കർത്താവ് തൻ്റെ മിനിസ്ട്രി 3.5 വർഷത്തെ മിനിസ്ട്രി ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഇനി എന്നെ അയച്ച വേഷത്തിൽ മനുഷ്യനായി വന്ന സർവശക്തനായ തമ്പുരാൻ ദൈവപുത്രൻ എന്ന നിലയിൽ അയച്ച പിതാവിന്റെ സന്നദ്ധിയിൽ ഇവാലുവേറ്റ് ചെയ്യുക, എന്നെ ഏൽപ്പിച്ചത് എല്ലാം കൃത്യമായി ചെയ്തോ ഇല്ലയോ, ഒരു ഇവാലുവേഷനാണ്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്, നിങ്ങൾ ഓർത്തോണം. ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഗുജറാത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ഗ്രാജുവേഷൻ എഞ്ചിനീയർ ഉണ്ടായിരുന്നു MES-ല്. തൻ്റെ ഭാര്യ ദേവസുന്ദരി, ആ സഹോദരിയുടെ സാക്ഷ്യം ഭയങ്കരമാണ്. ഡെയിലി 2 സിനിമ കാണാതെ കിടക്കുന്ന ആളല്ലായിരുന്നു. അങ്ങനെ ദൂരത്തിൽ ജീവിച്ച ഒരു സഹോദരിയായിരുന്നു. കർത്താവ് ആ സഹോദരിയെ ദൈവം സന്ദർശിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായി. രാവിലെ കുഞ്ഞുങ്ങളെ ഒരുക്കി, ചെന്നൈ ഞാൻ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. വീട്ടിൽ രാവിലെ തലേദിവസം ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി. 2 കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവളുമായിട്ട് അവിടെ താമസിക്കുകയാണ്. എന്നോട് ബെഞ്ചമിൻ സാറ് പറഞ്ഞു, നീ ചെന്നൈ പോയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ജപിക്കണം. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. സ്തോത്രം. രാവിലെ അവരെ വിടാൻ നേരം ഞാൻ നോക്കിയപ്പോൾ ദേവസുന്ദരിയുടെ ബാഗ് നിറച്ച് ട്രാക്ട് പറക്കുക. ഞാൻ ചോദിച്ചു, എവിടെ പോവാ? എൻ്റെ പിള്ളകളെ കോളേജിൽ അனுப்புறாங்க. അവര് திரும்பி வருவோളം நான் கர்த்தரோட ஊழியம் செய்து கொண்டே இருக்கும். കൂടെ ആ ദൈവദാസി ഗുജറാത്തി വരും. സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ പരസ്യമായിട്ട് പറയും, എൻ കണവെടുക്കിട്ട് ഞാൻ ചൊല്ലിയാച്ച് നീങ്ക இந்த വേലയെ വിട്, കർത്തരുടെ ഊഴിയം ചെയ്. ആണ് ഏറ്റവും വലിയ ഊഴിയം കർത്താവിന്റെ വേലയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ റിട്ടയർ ആകുമ്പോൾ ഒരു മെട്രോഡ് വാനെല്ലാം വാങ്ങിയിട്ട് ടീമായി ഊഴിച്ചു. അപ്പൊ ആ ദൈവദാസി പറഞ്ഞൊരു കാര്യം, நீங்க கிழவனாயிட்டு ஊழியத்துக்கு வேணா என்ன செய்ய முடியும்? வாலிப പ്രായത്തിലെ நீங்க வாங்க ஊழியம் செய். ആ ദൈവദാസി പറഞ്ഞത്, നീ ആരോഗ്യമെല്ലാം പോയി വയസ്സനായി കിളവനായി കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യാനാ? ഇപ്പൊ വിളിക്കുമ്പോ. അപ്പൊ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്നെ പെണ്ണ് വേണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ നിന്റെ വൈഫിനാ വിളി, അവരെ ഏൽപ്പിച്ച് ചെയ്യട്ടെ. നീ വിളിയില്ലാതെ ഇറങ്ങിയാൽ പിന്നെ വൈഫിന്റെ വേലയും കൂടെ നീ നശിപ്പിക്കും. അതുകൊണ്ട് നിനക്ക് വിളി വരുവോളം നീ വെയിറ്റ് ചെയ്യുക. അതുവരെയും പ്രാർത്ഥനയോടെ പങ്കാളിത്തം വഹിക്കാവുന്നതിലൊക്കെയും പങ്കാളിത്തം വഹിക്കുക. സഹോദരങ്ങളെ, ഈ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇവിടെ അയക്കണമേ എന്നുള്ള വാക്ക് നെഹമ്യാവ് പറയുന്നത് കേട്ടല്ലോ. സെൻഡ്. പ്രൈസ് ഗോഡ്. യെശയ്യാവ് പറഞ്ഞു, അതേ, സെൻഡ് മീ ലോർഡ്. എപ്പോഴാ? ദൈവ ശബ്ദം കേൾക്കാതെ ഒരാൾ കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ പറ്റില്ല. സ്തോത്രം. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞു കൊള്ളണം.
കിട്ടിയ ദർശനത്തിൽ നിന്ന് വ്യക്തമായി കേട്ട ദൈവശബ്ദമാണ്, whom shall I send? ആരെയാണ് ഞാൻ അയക്കേണ്ടത്? Praise the Lord. And who will go for us? ആരാണ് നമുക്ക് വേണ്ടി പോകുന്നത്? ആ ദൈവശബ്ദം ബോധ്യമായപ്പോഴാണ് താൻ ദൈവസനയിൽ തന്നെ സമർപ്പിക്കുന്നത്. ഹിയറമായി അടിയനിത. പണ്ടൊരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരാള് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അടിയനിത, അളിയനെ അയച്ചോണേ എന്ന് പറഞ്ഞു. അപ്പോ അടിയനിത അളിയനെ അയക്കണേ എന്നല്ല പറയേണ്ടത്. ദൈവശബ്ദം കേട്ടവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരാത്മാവിന്റെ വില നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാൽ നഷ്ടമാക്കല്ലെന്ന്. അപ്പൊ ഒരു മനുഷ്യന്റെ, ഒരാത്മാവിന്റെ വില, അതിന്റെ പ്രൈസ് കൊടുക്കാൻ ഈ ലോകത്തിൽ എലോൺ മസ്കിനും കഴിയില്ല, അഡാനിക്കും കഴിയില്ല, അംബാനിക്കും കഴിയില്ല. കാരണം അവരുടെ കയ്യിലെങ്ങും ഈ ഹോൾ വേൾഡ് മേടിക്കാനുള്ള പൈസ ഇല്ല. തമ്പുരാൻ പറഞ്ഞത്, ഒരുവൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ആത്മാവിന്റെ വില. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരാളെ എങ്കിലും കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശംസാ കിരീടം കർത്താവ് നിങ്ങൾക്ക് തരും. ഒരാളോടെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ലഘുലേഖ, ഞാൻ പറയുന്നു, പ്രിന്റഡായി ഞാൻ നിങ്ങളുടെ പേര് ഡിസൈൻ ചെയ്ത് അയക്കുന്ന ഇത് പ്രിന്റ് ചെയ്ത് അവിടെ വെക്കണം. ഏതൊക്കെ ഭാഷക്കാര് വരുന്നോ അവിടെ വെക്കണം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും ഒക്കെ വെക്കണം. ആരൊക്കെ വരുന്നോ അവിടെ എഴുതിക്കണം 1 ഫ്രീ, ഒരെണ്ണം ഫ്രീ. അപ്പൊ നിങ്ങൾ പ്രഷർ ചെയ്യണ്ട. അവര് നോക്കും, അവര് ചോദിക്കും, ക്യാൻ ഐ ടേക്ക് 1 പീസ്? യെസ്, ഇറ്റ്സ് ഫ്രീ. അത് അവര് കൊണ്ടുപോകും. നിങ്ങളുടെ സ്ഥാപനം സുവിശേഷീകരണത്തിന് മുഖാന്തരമായി തീരും. നിങ്ങളുടെ വാഹനം സുവിശേഷീകരണത്തിന് ഒരു കാരണമായി തീരും. എല്ലാം കൊണ്ടും എല്ലാറ്റിനാലും, അല്ലെ കുറച്ചുകൂടെ പറഞ്ഞ എല്ലാം ക്രിസ്തുവിലും ക്രിസ്തുവിനാലും ക്രിസ്തുവിലേക്കും എന്നെഴുതിയിരിക്കുന്നത് പോലെ, എവറിത്തിങ് ഇൻ ക്രൈസ്റ്റ്, എവറിത്തിങ് ത്രൂ ക്രൈസ്റ്റ്, എവറിത്തിങ് ഫോർ ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് മിനിസ്ട്രി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അവിടെ പറയുന്നത് 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 1, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. സൗരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചൊരു രോഗി സുഖമായാൽ നിങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല. കർത്താവ് നിങ്ങളുമായിട്ടുള്ള ബന്ധം അത് പ്രഷ്യസ് ആണ്. നിങ്ങൾക്ക് ദൈവം നൽകിയ കൃപയാണ് ഒരു രോഗിക്ക് സുഖം ഉണ്ടാക്കുന്നത്. ഒരു ഭവനത്തിലെ കെട്ടുകൾ അഴിഞ്ഞു മാറിയെങ്കിൽ നിങ്ങൾ ബന്ധനം അഴിക്കുന്നതിന്റെ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല. കുറച്ചുകൂടെ ഞാനൊരു കർത്താവ് ഉപമ കൂടാതെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ കുറച്ചുകൂടെ ലളിതമായ ഭാഷയിൽ പറയട്ടെ. എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഒരു കത്തി തനിയെ പോയി ആപ്പിള് കണ്ടിച്ചു എന്ന്? സ്തോത്രം. ഒരു കോടാലി തനിയെ പോയി ഒരു മരം വെട്ടിയെന്ന് വല്ലതും വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. അപ്പോൾ ഒരു ആപ്പിള് ഒരു കത്തി തനിയെ പോയി കണ്ടിക്കുകയല്ല. ആ കത്തി ഉപയോഗിക്കാൻ പുറകിൽ ഒരു കരം ആവശ്യമാണ്. ആ കോടാലി ഒരു വൃക്ഷം വെട്ടിയിടാനായിട്ട് ഉപയോഗിക്കാൻ പിറകിൽ 2 കൈ ആവശ്യമാണ്. ഞാൻ താഴ്മയോട് പറയാം, നിങ്ങളിലൂടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവവചനത്തിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പാപി രക്ഷിക്കപ്പെട്ടെങ്കിൽ ഓർത്തോണം, പിതാവ് അവനെ കണ്ടു, അവനെ ആകർഷിച്ചു. പുത്രൻ അവനെ രൂപാന്തരപ്പെടുത്തുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മളപ്പോ ആരാണ്?
പോസ്റ്റ്മാന്റെ പണിയേ ചെയ്യുന്നു. നമ്മൾ കേവലം ഒരു ഉപകരണം മാത്രമാണ്. അങ്ങനെയുണ്ടെങ്കിൽ സ്തോത്രം, മഹത്വം മുഴുവൻ ദൈവത്തിലേക്കാണ്. നെബൂഖദ്നേസറിന്റെ ഫിലോസഫി നമ്മുടെ തലയ്ക്കകത്ത് കയറിയാൽ ഓർത്തോണം വീഴ്ചയുടെ പടിയായി. ഐ ആൻഡ് മൈ, ഞാൻ എന്റെ ധനമഹത്വത്തിനായി എന്നുള്ള വാക്കുകൾ നമ്മളിൽ ആരിലും വരാതിരിപ്പാൻ വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാം കൃപയാൽ, എല്ലാം കൃപയാൽ, എല്ലാം കൃപയാൽ. കൃപയല്ലയോ നിഗളമാണ്, അഹങ്കാരമാണ്, ദുരഭിമാനമാണ്. ഇത് നമ്മളിൽ കടക്കരുത്. അപ്പോൾ ഒന്ന്, നിന്നെ മഹത്വപ്പെടുത്തി. നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ബോസിനെ കാണുമ്പോഴല്ല ആത്മാർത്ഥ കാണിക്കണം. എപ്പോഴും 10 മിനിറ്റ് എക്സ്ട്രാ നിങ്ങൾ ചെയ്യണം. 5 മിനിറ്റ് നേരത്തെ നിങ്ങൾ ചെന്ന് സൈൻ ചെയ്യണം. 5 മിനിറ്റ് താമസിച്ചേ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് പോകാവൂ. കാരണം നിങ്ങൾക്ക് ഒരു പേച്ചക്ക് തരുന്നെങ്കിൽ ആ എമൗണ്ടിന്റെ 4 ഇരട്ടി നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിങ്ങളാൽ അഭിവൃദ്ധി പ്രാപിക്കണം. നിങ്ങൾ നിമിത്തം ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ മാനിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ചോദിക്കുന്ന ദൈവം അറിഞ്ഞു കൊടുക്കാൻ പറയും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ തൊഴിലുകളിൽ നിങ്ങൾ സിൻസിയർ ആയിരിക്കുക. വളർച്ച പ്രാപിക്കാൻ കൂടുതൽ ആത്മാർത്ഥതയോട് കഠിനാധ്വാനം ചെയ്യുക. അപ്പോൾ ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ എന്ത് ചെയ്തിരുന്നു? തികച്ചിരിക്കുന്നു. ഞാനൊരിക്കൽ വിളക്കുടി മത്തായിപ്പച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ ഇന്റർവ്യൂ ചെയ്ത് ഓർക്കുന്നു. അപ്പച്ചൻ ഇങ്ങനെ ദേശാന്തരമായി സുവിശേഷീകരണം നടത്തി പോകുമ്പോൾ ഏതാണ്ട് 3000 ഏക്കർ കൂടുതൽ കാപ്പിത്തോട്ടമുള്ള ഒരു സായിപ്പിനെ കണ്ടു. അപ്പൊ അപ്പച്ചന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് സായിപ്പ് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, മത്തായി, ഞാൻ നിനക്ക് ഒരു 100 ഏക്കർ കാപ്പിത്തോട്ടം എഴുതി തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, എൻ്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ പറയുക, സായിപ്പേ, നിന്റെ കാപ്പിക്കുരു വറക്കാനല്ല ദൈവം തമ്പുരാൻ എന്നെ വിളിച്ചിരിക്കുന്നു. എന്താ അപ്പൊ ഇന്നാരിനെ പറഞ്ഞേനെ, സായിപ്പേ അത്രയെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ, അവിടെ ഒരു പൊടിക്കുന്ന മില്ലൂട് ഇട്ട് തരികയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും പറഞ്ഞു. വിളിയെക്കുറിച്ചുള്ള വ്യക്തത മനസ്സിലാക്കുക. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അക്കൗണ്ടബിൾ ആണ്. യജമാനൻ വരുമ്പോൾ ഏൽപ്പിച്ച താലന്ത് തിരിച്ചു കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ദൈവം തമ്പുരാനെ എന്നാ പണിയാ കാണിച്ച്, കഴിവും പ്രാപ്തിയും അറിവും വിദ്യാഭ്യാസമുള്ള എനിക്ക് കാര്യമായിട്ട് താലന്തൊന്നും തന്നില്ല. അതുകൊണ്ട് അവർക്കെല്ലാം 2 കൊടുത്തു, 5 കൊടുത്തു, എനിക്ക് 1 മാത്രം തന്നു. 1 കിട്ടിയവനാണ് ഭയങ്കര റിസർച്ച് നടത്തിയ ആള്. കാരണം തന്ന യജമാനെ കുറിച്ച് പുള്ളി റിസർച്ച് നടത്തിയപ്പോ പുള്ളി പണിയെടുക്കാത്ത ആളാ. വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നു, വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുന്നു. പുള്ളി കഠിന മനുഷ്യൻ, ആള് ശരിയല്ല. ഒരിക്കലും ഏത് പൊട്ട സ്ഥാപനത്തിലാണെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും മോശമായ അഭിപ്രായം, നിങ്ങൾ ജോലിയിലായിരിക്കുന്നിടത്തോളം കാലം പിരിഞ്ഞുപോയാലും നിങ്ങളുടെ സ്ഥാപനത്തെ ദുഷിക്കരുത്. നിങ്ങൾ കടന്നിട്ട് മുകളിലേക്ക് തുപ്പിയാൽ നിങ്ങളുടെ മുഖത്തെ വീഴ്ത്തുള്ളൂ. നിങ്ങൾ ആ ചോറ് അനുഭവിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ ദുഷിക്കരുത്. സ്തോത്രം. ആ സ്ഥാപനം തകർച്ചയിലാണ്, നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നന്നാകുമെന്നേ, എഴുന്നേൽക്കുമെന്നേ, സ്പോൺസർ മാറും, അല്ലെ അതിന്റെ സാധ്യതയുണ്ടാവും, അല്ലെ പ്ലേസ് ലൊക്കേഷൻ ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് തരും. നിങ്ങളുടെ ക്ലയന്റുകളൊന്നും പോകത്തില്ല. സ്തോത്രം. നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ ഞാൻ തികച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കുക, 6-ാമത്തെ വാക്യം, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 1-ാമത്തെ ജോലി എന്താ? ദൈവത്തിന് മഹത്വം മഹത്വപ്പെടുത്തി. എല്ലാ കാര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. ഞാൻ പറയുന്ന 1 നണി ചോറ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത ആഹാരം ഒരു കാരണവശാലും വെക്കരുത്. ഒരു ബ്രെഡിന് കരയുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ സുവിശേഷ വേലയിൽ എച്ചില്
പറക്കി തിന്ന സമയമുണ്ട് വിശന്നിട്ട്. അന്ന് എൻ്റെ വീട്ടിൽ 100-ലധികം ആളുകൾ കൊയ്തു മെതിച്ച സമയം ഞാൻ ഓർക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്? വെള്ളം കിട്ടാതെ അലഞ്ഞു നടന്ന സമയങ്ങളുണ്ട്. വസ്ത്രത്തിന് വേണ്ടി ഒത്തിരി സങ്കടപ്പെട്ട സമയങ്ങളുണ്ട്. ഇല്ലാഞ്ഞിട്ടല്ല, 14 ജോഡി വസ്ത്രം ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ സുവിശേഷം പറയാനായിട്ട് വീട്ടിൽ വിളിച്ചപ്പോൾ അയൽവാസി പറഞ്ഞു, ഓ സബ് നംഗേ എന്ന് പറഞ്ഞു. അവർക്ക് തുണിയില്ല ആ വീട്ടിൽ താമസിക്കുന്നു. ഞാൻ റൂമിൽ വന്നേ തേച്ചു വെച്ചിരുന്ന 13 ജോഡി വസ്ത്രം കൊണ്ടുവന്ന് ഞാൻ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒറ്റ ജോഡി ഇട്ടുകൊണ്ട് ഞാൻ ഒരുപാട് നാള് നടന്നു. വൈകിട്ട് മിഷൻ ഫീൽഡിൽ പോയിട്ട് വന്നിട്ട് കഴുകി ഫാൻ്റെ കീഴിൽ ഇട്ടിട്ട് തോർത്ത് കൊടുത്തോണ്ട് കിടന്നുറങ്ങും. സ്തോത്രം. പിന്നെ അത് ഉണങ്ങിയിട്ടാ കൊണ്ടുപോകും. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് വെച്ചാൽ, കർത്താവിന്റെ വചനം പഠിക്കുന്ന നിങ്ങൾ ഇന്ന് കാണുന്ന പ്രോസ്പെരിറ്റിയുടെ ഒരു വേൾഡ് അല്ല സുവിശേഷീകരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. അതുകൊണ്ട് വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ കർത്താവ് ഏൽപ്പിച്ചത് നീ എനിക്ക് ചെയ്യുവാൻ തന്നെ പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ സാക്ഷി പറയണം. സാധുക്കുഞ്ചു ഉപദേശിയുടെ മരണക്കിടക്കയിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെന്നാ കേട്ടിട്ടുള്ളത് കാനവച്ചന്റെ വായിൽ നിന്ന്. ഉപദേശി പറഞ്ഞു, എൻ്റെ ആയുസ് ദീർഘമാക്കാനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ചോദിച്ചു, എന്തിനാ ഉപദേശി? അത് സത്യം ഞാൻ മറച്ചു വെച്ചു. സ്നാനം എന്ന വിഷയം ഞാൻ മറച്ചു വെച്ചു. കാരണം തിരുമേനിമാര് പറഞ്ഞു സ്നാനം തെറ്റാണെന്ന് പറയണത്. പുള്ളി പറഞ്ഞു തെറ്റല്ല. തെറ്റല്ലെന്ന് പറഞ്ഞാലേ ഇടവകളിൽ പ്രസംഗിക്കാനൊക്കെ തോന്നും. ശരിയാണെന്ന് പറഞ്ഞാൽ പറ്റുക. അപ്പം ഉപദേശി പറഞ്ഞു, തിരുമേനിമാരെല്ലാം തെറ്റാന്ന് പറഞ്ഞാൽ അങ്ങ് തെറ്റായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളി അത് കയറി. പക്ഷെ പുള്ളിയുടെ മനസ്സാക്ഷി കുത്താൻ തുടങ്ങി. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, ഒരായുസ് മുഴുവൻ തന്നല്ലോ, വേല തീർന്നു. സഹോദരങ്ങളെ, പാമ്പറും കെട്ടി കിടക്കുമ്പോൾ നീ എന്നെ അയക്കണേന്ന് പറയരുത്. ഇപ്പൊ നിങ്ങൾക്ക് നാവ് തന്നിട്ടുണ്ട്, അത് നല്ലത് പറയാനാണ്, സുവിശേഷം പറയാനാണ്. നിങ്ങൾക്ക് കണ്ണ് തന്നിട്ടുണ്ട്, എല്ലാം കാണാനല്ല, നല്ലത് കാണാനാണ്. കാത് തന്നിട്ടുണ്ട്, എല്ലാം കേൾക്കാനല്ല, ദൈവശബ്ദം കേൾക്കാനാണ്. പാദം തന്നിട്ടുണ്ട്, റൂട്ട് മാറി ദൈവഹിതം വിട്ട് ഓടി പോകാനല്ല, കർത്താവിന്റെ പാതയിൽ തന്നെ നടക്കാനാണ്. ഓ റബഖദുന രഹസ്യ. ഹൃദയം തന്നിട്ടുണ്ട്, ദുഷ്ടതയും വഞ്ചനയും ചതിവും ഹൃദയത്തിൽ സംഗ്രഹിക്കാനല്ല, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിക്കാനാണ്. ബുദ്ധി തന്നിട്ടുണ്ട്, റോങ് ഡിസയറുകൾക്കും ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കാൻ വേണ്ടിയുള്ള അല്ല ബുദ്ധി തന്നിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുക എന്നുള്ള ഏക ലക്ഷ്യത്തിന് വേണ്ടിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഓക്കെ, 4-ാമത്തെ കാര്യം, നിങ്ങൾ അതിന്റെ 12-ാം വാക്യത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ, നീ എനിക്ക് തന്നിരിക്കുന്നവരെ ഞാൻ നിന്റെ നാമത്തിൽ കാത്തു അവരെ സൂക്ഷിച്ചു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാക്കളെ സൂക്ഷിക്കണം, കാക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഞാൻ പറഞ്ഞ് വേഗം നിർത്തുകയാണ്. 5-ാമത്തെ കാര്യം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണേ. പ്രാർത്ഥിക്കുന്നു. പ്രേയിങ് 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 കണ്ടിന്യൂസ് ടു പ്രേ. 6-ാമത്തത് നിങ്ങൾ പറയുന്നത് എന്താണ്? എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. നോക്കിക്കേ, അപ്പൊ സെൻഡ് എന്നുള്ളത് നിങ്ങൾ നിർത്തുന്നിടത്ത് നിങ്ങളുടെ തലമുറ തുടങ്ങാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആയുസ്സിൽ ദൈവം തന്നിട്ടുള്ള ചിലരുടെ മുന്നിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ വചനം കൊടുക്കുവാനും കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുവാനും തിരുനാമം വെളിപ്പെടുത്തുവാനും കർത്താവ് തന്നവരെ സൂക്ഷിക്കുവാനും ചിലരെ അയക്കുവാനും ചിലരെ കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവ് പറഞ്ഞിരിക്കുന്നു. 20-ാം വാക്യം പറയുന്നു, അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. നമ്മുടെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. സഹോദരങ്ങളെ, നെഹമ്യാവ് പറയുന്നു, എന്നെ അയക്കണമേ, എന്നെ അയക്കണമേ. ഈ ദിവസങ്ങളിൽ ജോലിയോടൊപ്പം നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്ന സൗകര്യങ്ങളിൽ കർത്താവിന് വേണ്ടി അധിക ശോഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏവർക്കും അധികം കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ചിന്ത ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സെഷനുകളും സംബന്ധിപ്പാൻ
ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ജിൻസി പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ, ഈ സമയം